പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കാട്ടിൽ സൂത്രശാലിയായ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു. ഒരു ദിവസം അവൻ കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു കാക്ക നെയ്യപ്പവുമായി മരച്ചില്ലയിൽ വന്നിരുന്നത്. കാക്കയുടെ കയ്യിൽ നെയ്യപ്പം കണ്ട കുറുക്കന് കൊതി സഹിക്കാനായില്ല. കുറുക്കൻ കാക്കയെ പിന്തുടർന്നു. ഏത് വിധവും ആ നെയ്യപ്പം തട്ടിയെടുക്കണം എന്ന് മനസ്സിലുറപ്പിച്ച് കുറുക്കൻ കാക്കയുടെ അടുത്തേക്ക് പോയി. നിന്നെ എവിടെങ്ങും കണ്ടിട്ടില്ലല്ലോ, നീ ആദ്യമായിട്ടാണോ കാട്ടിൽ? കുറുക്കൻ്റെ ചോദ്യത്തിന് കാക്ക മറുപടി പറഞ്ഞില്ല. എന്നിട്ടും കുറുക്കൻ സംസാരം നിർത്തിയില്ല. നിന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നിന്റെ കറുപ്പ് നിറവും ചെറിയ കണ്ണുകളും ഒക്കെ എത്ര ആകർഷകമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അപകടം നിറഞ്ഞ സ്ഥലമാണ് കാട്. ഇത്തരത്തിലുള്ള സംസാരത്തിലൂടെ കാക്കയുടെ വിശ്വാസം നേടാൻ കുറുക്കൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ കുറുക്കൻ കാക്കയോട് പറഞ്ഞു, ഞങ്ങൾ കുറുക്കന്മാർക്ക് പാട്ട് പാടാനൊന്നും കഴിയില്ല. നിങ്ങൾ എന്ത് മനോഹരമായിട്ടാണ് പാടുന്നത്. വിരോധമില്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? ഇത്രയുമായപ്പോൾ കാക്ക കുറുക്കനെ വിശ്വസിച്ചു. കുറുക്കൻ്റെ പുകഴ്ത്തലിൽ കാക്ക എല്ലാം മറന്നു. കാക്ക കുറുക്കന് വേണ്ടി പാട്ട് പാടാൻ തുടങ്ങി. കാ കാ കാ. കാക്ക പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ തന്നെ കാക്കയുടെ വായിലിരുന്ന നെയ്യപ്പം താഴേക്ക് വീണു. അത് കാണേണ്ട താമസം കുറുക്കൻ ഓടിച്ചെന്ന് ആ നെയ്യപ്പം കൈക്കലാക്കി. തനിക്ക് പറ്റിയ മണ്ടത്തരം മനസ്സിലായ കാക്ക ഉടൻ തന്നെ കുറുക്കനോട് പറഞ്ഞു, അത് എൻ്റെ നെയ്യപ്പമാണ്, എനിക്ക് തിരിച്ചു തരണം. കുറുക്കൻ കാക്കയോട് പറഞ്ഞു, ഒരിക്കലുമില്ല. എൻ്റെ പുകഴ്ത്തൽ കേട്ട് മയങ്ങി നീ തന്നെയാണ് നിൻ്റെ നെയ്യപ്പം നഷ്ടമാക്കിയത്. ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടി. ഇതും പറഞ്ഞ് നെയ്യപ്പവുമായി കുറുക്കൻ കാട്ടിലേക്ക് ഓടി. കുറുക്കൻ്റെ പ്രശംസയിൽ മതിമറന്ന് നെയ്യപ്പം നഷ്ടപ്പെട്ട കാക്ക വിഷമിച്ച് അവിടെ നിന്നും ദൂരേക്ക് പറന്നു. ഗുണപാഠം: നാം ആരുടെയും മുഖസ്തുതിയിൽ വീഴരുത്.